നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. എന്തായാലും എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് അസൂയ കാണുമായിരിക്കാം. അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ചില ഗുണങ്ങൾ, കഴിവുകൾ, ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. പല വിധത്തിൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. എന്തായാലും നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അസൂയയുള്ള പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും ഒരുപക്ഷെ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങളെ സ്വയം വിശ്വസിച്ച്, നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കെതിരെ നിന്ന് ആര് പ്രവർത്തിച്ചാലും, അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് മേൽ അസൂയപ്പെട്ടാലും അവിടെ നിങ്ങൾക്കൊരു മോശം വന്നു ചേരാതെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാജയം വന്ന് ചേരുകയില്ല. നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന, നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന, നിങ്ങളുടെ ജീവിതത്തിലായാലും മനസ്സിലായാലും വളരെ വലിയ സ്ഥാനം നൽകിയ ആരൊക്കെയോ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദന നൽകിയായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത്. ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മാത്രമല്ല, നിങ്ങളുടെ പങ്കാളി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ, അങ്ങനെ ആരുമാവാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അകന്നു പോകൽ വല്ലാത്തൊരു ഒറ്റപ്പെട്ട മാനസിക അവസ്ഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും തുടരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ അവർ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിന് അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ ഒരു മാർഗവും കിട്ടാതെ നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ജോലിയിലോ കൂടാതെ കടബാധ്യതയിലോ അകപ്പെട്ടിരിക്കുകയാവാം. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഏതോ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്,
ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷേ അത്തരം ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അത്തരം ചിന്താഗതികൾ നിങ്ങളിൽ നിന്നും മാറ്റേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഇവിടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക. അത്തരത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില നല്ല വ്യക്തികളെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവർ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഒരു സഹായങ്ങളും പിന്തുണയും ഒക്കെ തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള, നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ മനസ്സുള്ള ചില നല്ല ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്കിനി മുന്നോട്ടുള്ള ആ ഒരു നാളുകളിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ചില വ്യക്തികൾ ആകർഷിച്ച് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കം, നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും പ്രിയപ്പെട്ട ആരോടൊക്കെയോ ചില പിണക്കമോ അഭിപ്രായ വ്യത്യാസമോ സംഘർഷമോ ഒക്കെ ഉണ്ടായി വളരെയധികം സങ്കടത്തിലും കുറ്റബോധത്തിലും ഇരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിങ്ങളായിരിക്കാം മറ്റുള്ളവരോട് മോശം രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. അതിനാൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ മോശം രീതിയിൽ പെരുമാറേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവാം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ അതിനെ അംഗീകരിച്ച് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.